ധരിച്ച് നാട്ടുകാരവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭം ധരിച്ചു. നാട്ടുകാരവളെ പിടിച്ചുകൊണ്ട് പോയി തെരുവിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലണമെന്നത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അത് ഈ ഭൂമിയിൽ നടപ്പാകണം. എൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതുകൊണ്ട് നടക്കട്ടെ. ഒരു ദൈവം തന്ന ഒരു വചനത്തിന് വേണ്ടി, ദൈവം വെളിപ്പെടുത്തിയ ഒരു വചനത്തിന് വേണ്ടി സമൂഹത്താൽ കല്ലെറിയപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും പുറന്തള്ളപ്പെടുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും ഏകാന്തതയിലേക്ക് തള്ളിവിടപ്പെടുകയും ചെയ്താലും ദൈവത്തിൻ്റെ വചനം നടപ്പാകട്ടെ. ഈ നിർണായക തീരുമാനം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ അനിവാര്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനിവാര്യമാണ്. ആ അനിവാര്യ സമയത്ത് ഞാൻ എടുക്കുന്ന ഡിസിഷനാണ് പ്രധാനമാണ്. ഇവിടെയാണ് എല്ലാവരും കോംപ്രമൈസിന് തയ്യാറാണ്. ക്രിസ്ത്യാനികളെല്ലാം കോംപ്രമൈസിലാണ്, എല്ലാത്തിനോടും കോംപ്രമൈസ്. പ്രിയമുള്ളവരെ, ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ കോംപ്രമൈസ് ഇല്ല. അവൻ യേശുവിനെ ഫോളോ ചെയ്യണം. യേശു ക്രിസ്തുവിനെ പ്രതി അവൻ്റെ ജീവിതത്തിലെ എന്ത് നഷ്ടം വന്നാലും, അത് സ്ഥാനം നഷ്ടപ്പെട്ടാലും മാനം നഷ്ടപ്പെട്ടാലും പണം നഷ്ടപ്പെട്ടാലും നമ്മൾ നിലനിൽക്കുന്ന ഒരു ജീവിത മൂല്യം, അതാണ് നമ്മളെ ഓരോ ദൈവവിളിയിൽ നിർത്തിയിരിക്കുന്നത്. എന്നെ ഒരു ദൈവവിളിയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതിന് പിന്നിൽ ഞാൻ ഉൾക്കൊണ്ടതും ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്നതുമായ ഒരു ജീവിത മൂല്യമാണ്, ഒരു വിശ്വാസ മൂല്യമാണ് ഈ സ്ഥലത്ത് എന്നെ നിർത്തിയിരിക്കുന്നത്. ഈ മൂല്യം ഒരു ദിവസം കൊണ്ട് ബലി കഴിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ ആ മൂല്യങ്ങൾ നിലനിൽക്കാൻ വളരെയേറെ പ്രയാസവുമാണ്. വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും, വളരെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും, ഭാരപ്പെടേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങൾ നോമ്പെടുക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ചിന്തിക്കുക, ഇതാ എൻ്റെ ജീവിതത്തിലെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട്. നിങ്ങളൊരു വ്യാപാരിയായിരിക്കാം, നോക്കുക, നീ നിൻ്റെ ജീവിതത്തിലെ മൂല്യം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ മാത്രമേ യേശുവിന് പ്രവർത്തിക്കാൻ സാധിക്കൂ. അതല്ലാതെ നമ്മളിൽ പല ആളുകൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് പോലെ, ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് വളരെ ഉച്ചത്തിൽ കൈകൊട്ടുമ്പോൾ ഇതാ ദൈവം ഇറങ്ങി വരും. ചില ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് വളരെ ഉച്ചത്തിൽ ദൈവത്തെ അലറി വിളിച്ച്, അതാവശ്യമാണ്, നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് സ്തുതിപ്പുകൾ. പക്ഷേ അതുകൊണ്ട് ദൈവാത്മാവ് വരും, ദൈവഹിതം നടപ്പാകും എന്ന് മാത്രം ചിന്തിക്കുന്നത് ഒരബദ്ധമാണ്. അതല്ലെങ്കിൽ കുറേ പരിത്യാഗ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയാണ്. ജീവിത മൂല്യങ്ങൾ നിലനിൽക്കാതെ അത് ചെയ്തുകൊണ്ട് മാത്രമായില്ല. ദൈവഹിതം നടപ്പാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ടാകും നമ്മുടെ ഹൃദയത്തിൽ. അത് എങ്കിൽ മാത്രമേ പരിത്യാഗവും പ്രാർത്ഥനയും ദൈവസ്തുതിപ്പുകളും ആരാധനകളും ബലികളും എല്ലാം പ്രയോജനപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇതാ സഭ മാമോദീസ എന്ന മുദ്ര കൊടുത്ത് ദൈവജനത്തെ ഒരു കൂട്ടായ്മയാക്കി മാറ്റി ഇങ്ങനെ തീരുമാനമെടുത്തവരുടെ സമൂഹം ഈ നോയമ്പും പ്രാർത്ഥനകളും ഒരു നല്ല ക്രിസ്മസിൻ്റെ ഒരുക്കത്തിനായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ തീരുമാനമെടുത്തവർ. എനിക്ക് അടുത്ത കാലത്ത് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്, ഞാൻ ലെബനോനിൽ പോയി പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെ സന്ദർശിക്കാനിടയായി. ആ സന്ദർശന സമയത്ത് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ, അദ്ദേഹം പാത്രിയാർക്കീസ് ബാവയായി സ്ഥാനമേൽക്കുന്ന സമയത്ത് സിറിയയിൽ വലിയ സംഘർഷം നടക്കുന്ന സമയമാണ്. ചില പിതാക്കന്മാരെ തട്ടിക്കൊണ്ടുപോയി, ചില വൈദികരെ കൊല ചെയ്തു. അതുപോലെ തന്നെ പല പിതാക്കന്മാരെയും തട്ടിക്കൊണ്ടു പോകാനുള്ള ഭീഷണികൾ നിലനിൽക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ സ്ഥാന ആരോഹണ ചടങ്ങ് നടന്നത്. ആ സമയങ്ങളിലെല്ലാം പലരുടെയും മനസ്സിൽ പല സംശയങ്ങളുണ്ടായിരുന്നു. ചിലരിങ്ങനെ പറഞ്ഞു കേട്ടു, സിംഹാസനം ജർമ്മനിയിലേക്ക് മാറ്റുമായിരിക്കും, അതിനൊരാലോചന നടക്കുന്നുണ്ട്. ചിലർ പറഞ്ഞു പരിശുദ്ധ പാത്രിയാർക്കീസ് അമേരിക്കയിൽ നിന്നുള്ള ആളായതുകൊണ്ട് പരിശുദ്ധ സിംഹാസനം അമേരിക്കയിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്, ആ ഭദ്രാസനത്തിലേക്ക് മാറ്റി അവിടെ ക്രമീകരിക്കാൻ സാധ്യത കേട്ടിരുന്നു. അങ്ങനെ വാർത്തകൾ കേട്ടു. ചിലർ പറഞ്ഞു അത് ലെബനോൻ വലിയ പ്രശ്നമില്ലാത്ത സ്ഥലമാണ്, ലെബനോനിൽ വീണ്ടും പ്രശ്നം ഉണ്ടാകാം, എങ്കിലും അങ്ങോട്ട് മാറ്റാൻ സാധ്യതയുണ്ട്.
അങ്ങനെ പല ചിലർ പറഞ്ഞു ഇന്ത്യയിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് വരെ പറഞ്ഞ് ആ വാർത്തകൾ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് സ്ഥാനമേറ്റ് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതാ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയത്തെ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത് സിറിയയിലെ ദമസ്കോസിൽ വെച്ചാണ്. എവിടെയാണോ എൻ്റെ പിതാക്കന്മാർ എനിക്കിത് കൈമാറി തന്നത് അവിടെ ഞാൻ. പലരും ഭയപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇതാ യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവർ മാത്രം സിറിയയിൽ എൻ്റെ കൂടെ നിന്നാൽ മതി, ബാക്കിയെല്ലാവർക്കും പോകാം. പത്രോസ് അപ്പോസ്തലനോട് യേശു പറഞ്ഞ വാക്കാണ്. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ? പ്രിയമുള്ളവരെ, ഇതാണ് സമ്പൂർണ്ണ സമർപ്പണം. മരണത്തെ ഏറ്റുവാങ്ങാൻ കൈനീട്ടി നിന്നുകൊണ്ട് ഇതാ ജീവിതത്തെ സമർപ്പിക്കുന്നതാണ് സമ്പൂർണ്ണ സമർപ്പണം. ആ സമർപ്പണമാണ് തീർച്ചയായിട്ടും സഭയെ വളർത്തുന്നത്. അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം, സഭകളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ വലിയ പ്രതീക്ഷ ഉണർത്തുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, ലോകത്തെ അനുദിനം പിടിച്ചു കുലുക്കുന്നൊരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ഓരോ ദിവസവും ലോകത്തെ പിടിച്ചു കുലുക്കാറുണ്ട്. അദ്ദേഹവും ഇതുപോലെ തന്നെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിൽ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ വാക്കുകൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ വികാരിമാർ, ദൈവത്തിൻ്റെ ഇടയന്മാർ സംസാരിക്കാൻ തുടങ്ങുന്നതോടുകൂടി ലോകം മാറുമെന്നാണ് അർത്ഥം. ലോകം മാറാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ്. നമ്മളിൽ പലരും ചിന്തിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ട് നശിക്കാൻ പോവുകയാണ്, ക്രൈസ്തവ സഭകൾ ലോകത്ത് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട് തൂത്തെറിയാൻ പോവുകയാണ്. അതിൻ്റെ അടയാളമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കാണുന്നത് ക്രിസ്ത്യാനികളെ പിടിച്ചുകൊണ്ട് പോകുന്നു, പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു. ആദിമ നൂറ്റാണ്ടിൽ പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികൾ പിടിക്കപ്പെടുകയും കഴുത്തറക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തതാണ് സഭയെ വളർത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിൻ്റെ അടയാളമാണ്? പ്രിയമുള്ളവരെ, സഭകൾ വളരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ക്രൈസ്തവ സഭകൾ പീഡിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ഒരു പ്രത്യേക തരത്തിലുള്ള ക്രിസ്മസാണ്. ക്രിസ്തുവിൻ്റെ ചൈതന്യം ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങാൻ പോകുന്നൊരു ക്രിസ്മസാണ് ഈ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. കാരണം എന്താണ്? ഇതാ ക്രൈസ്തവ സമൂഹത്തിൽ അനേകം പേർ യേശുക്രിസ്തുവിൻ്റെ നാമം വഹിക്കുന്നത് മൂലം മാത്രം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ നാമം വഹിക്കുന്നത് കൊണ്ട് മാത്രം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന സമൂഹം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ചയുടെ നാന്ദി കുറിക്കലാണ്. അതുകൊണ്ട് ഈ നൂറ്റാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നൂറ്റാണ്ട്. അതുകൊണ്ട് ആ നൂറ്റാണ്ടിൻ്റെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ ക്രിസ്മസിൻ്റെ ചൈതന്യം ഉള്ളിൽ വഹിക്കണം. അതെന്താണ്? ഇതാ ദാസി, ഇതാ ദാസൻ. സാമുവേൽ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അവൻ ഹന്ന എന്ന് പറയുന്ന മകൾക്ക് കുട്ടികളുണ്ടാകാതിരുന്നപ്പോൾ ഏലി ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി ഒന്ന് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? അവളുടെ വിഷമം കേട്ട് ഏലി പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഉണ്ടായ കുഞ്ഞാണ് സാമുവേൽ. പ്രവാചകനാണ്. പ്രവാചകൻ കുഞ്ഞു പ്രായത്തിൽ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലം, ശുശ്രൂഷക്കാരനായിരിക്കുന്ന കാലം ദൈവത്തിൻ്റെ സ്വരം കേട്ടു. ദൈവസ്വരമാണെന്ന് തിരിച്ചറിയാൻ അവനെ കൊണ്ട് സാധിച്ചില്ല. കാരണം അതിനു മുമ്പ് ദൈവസ്വരം കേട്ടിട്ടില്ല. ഏലിയാണ് വിളിക്കുന്നതെന്ന് ഓർത്തു. പുരോഹിതന് ദൈവസ്വരം കേട്ട് പരിചയമുണ്ട്. അവൻ പറഞ്ഞു, ഇനിയും കേട്ടാൽ നീ പറയണം, കർത്താവേ അരുളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു. വീണ്ടും ആ സ്വരം കേട്ടു, സാമുവേൽ സാമുവേൽ. ഇതാ അവൻ പറഞ്ഞു, കർത്താവേ അരുളി ചെയ്താലും ദാസനിത ശ്രമിക്കുന്നു. നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ നോമ്പ് കാലത്ത് പ്രിയമുള്ളവരെ, നമ്മളെ നോക്കി ദൈവം വിളിക്കുന്നുണ്ട്. തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. നമുക്കറിവുണ്ട്, എല്ലാവർക്കും അറിവുകളുണ്ട്. അറിവുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ, പലതരത്തിലുള്ള അറിവ്. ഈ അറിവുകൾക്കകത്ത് സത്യമുണ്ട്, അസത്യമുണ്ട്, അർദ്ധസത്യമുണ്ട്. അനുഭവങ്ങളുണ്ട്, നല്ല അനുഭവങ്ങളുണ്ട്, ചീത്ത അനുഭവങ്ങളുണ്ട്, മുറിവുകളുണ്ട്, വിപരീത വികാരങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കൂടിക്കിടക്കുന്ന അറിവുകളുടെ അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിവുകളുണ്ടാകും. തിരിച്ചറിവ്, ഓരോന്നും തിരിച്ചറിയണം. ഇത് നെഗറ്റീവ് വികാരമാണ്, ഭയം, ഭീരുത്വം, ഇങ്ങനെയുള്ളതെല്ലാം നീ തിരിച്ചറിയണം.
ഇതെൻ്റെ ജീവിതത്തിലുണ്ടായി മുറിവുകളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഇതെൻ്റെ കോംപ്ലക്സിൽ നിന്നാണ്, അഥവാ എൻ്റെ അഹങ്കാരത്തിൽ നിന്നാണ്. ഇതെൻ്റെ സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇതെൻ്റെ ലോകത്തോടുള്ള ആശ്രയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. സമ്പത്ത്, അതുപോലെ മദ്യാസക്തി, പണാസക്തി, ഇങ്ങനെയുള്ളതെല്ലാം എനിക്ക് ഉണ്ടാകുന്നത് എൻ്റെ ആസക്തികളിൽ നിന്നാണ്. ഇതാ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്നും മരിക്കണമെന്നും നിനക്ക് തോന്നലുണ്ടോ? ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവത്തിലുള്ള വെളിപാടാണ്. വെളിപാടുകളെ തിരിച്ചറിയണം. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇന്ന് കണ്ടമാനം അറിവ് കിട്ടി. അറിവ് കൊണ്ട് ദേവാലയങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. എന്തിനേറെ പുരോഹിതന്മാരുടെയും മേൽപ്പട്ടക്കാരുടെയും തല അറിവ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമുക്ക്, പ്രിയമുള്ളവരെ, ഇടയത്ത ശുശ്രൂഷയിൽ ഇല്ലാതെ പോയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പുരോഹിതന്മാരുണ്ടെങ്കിൽ അവരും കൂടെ ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് തിരിച്ചറിവാണ്. ഞാൻ ഏത് കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ദൈവവിളിയുമായി ഞാൻ ഏത് കുഴിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ജനത്തെ ഞാൻ ഏത് കുഴി കൊണ്ടാണ് ചാടിക്കാൻ പോകുന്നത്? നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ക്രിസ്മസ് തിരിച്ചറിവിൻ്റെ ക്രിസ്മസിലായിട്ട് മാറണം. തിരിച്ചറിവിൻ്റെ ക്രിസ്മസായിട്ട് മാറണം. നോമ്പ് അതിനാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. നോമ്പ് അതിനാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ലോകം ഇതാ അപകടകരമായ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നഷ്ടപ്പെട്ടു ലോകത്തിന്. യൂറോപ്യൻ രാജ്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ അടയാളങ്ങളെല്ലാം കാണാൻ സാധിക്കും. ദൈവം നഷ്ടപ്പെട്ട, ദൈവത്തെ നഷ്ടപ്പെടുത്തിയ മാതാപിതാക്കന്മാർ, ദൈവത്തെ നഷ്ടപ്പെടുത്തിയ ഇടയന്മാർ ഈ കാലഘട്ടത്തിലെ യൂറോപ്യൻ ജനതയെ കൊണ്ട് എത്തിച്ചതെവിടെയാണ്? അമിതമായ ലോക സുഖങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചു. അമിതമായ ആഡംബരങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ട് തള്ളിയിട്ടു. ആധ്യാത്മികത എന്ന് പറയുന്നതും അതുപോലെ ആധ്യാത്മിക അനുഭവങ്ങളെന്ന് പറയുന്നതും ഒരു വിഡ്ഢിത്തരമായി ഇതാ മനുഷ്യൻ്റെ തലയിൽ കയറിക്കൂടുകയും കയറ്റിക്കൊടുക്കുകയും ചെയ്തു. ദേവാലയങ്ങളിലേക്ക് പോലും ആധ്യാത്മികതയൊക്കെ വിട്ട് ഇത് ആഘോഷങ്ങൾ കയറി വന്നു. ദേവാലയങ്ങളിൽ പോലും ബാറുകൾ, ദേവാലയങ്ങളിലെ ആഘോഷങ്ങളിൽ മദ്യം വിളമ്പൽ, അങ്ങനെ അവസാനം ദേവാലയങ്ങൾ ബാറുകളായും മദ്യ ഷോപ്പുകളായും അതുപോലെ വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങളായി മാറിയിരിക്കും. അടുത്ത കാലത്ത് യൂറോപ്പിലുള്ള ഒരു ദേവാലയം സന്ദർശിക്കുവാനിടയായിത്തീർന്നു. വളരെ പുരാതനവും പ്രശസ്തവുമായ ദേവാലയമാണ്. ആ ദേവാലയം സന്ദർശിക്കുവാനായിട്ട് പോകാനിടയായി തീർന്നപ്പോൾ അവിടെ ശനിയാഴ്ച ദിവസങ്ങളിൽ സന്ദർശന സമയമുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഏകദേശം 15 പൗണ്ട് അവിടെ പ്രവേശന ഫീസുണ്ട്. ഞാൻ ആ ദേവാലയത്തിലേക്ക് ചെന്നു. അപ്പോൾ കാണുന്ന കാഴ്ച, അവിടെ എക്സിബിഷൻ നടക്കുകയാണ്, സെയിൽ നടക്കുകയാണ്. ഞാൻ ആ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് എൻട്രൻസ് ഫീസ് ഇല്ല. ഞാൻ നോക്കുമ്പോൾ പള്ളിക്കകത്ത്, വലിയ കൂറ്റൻ പള്ളിക്കകത്ത് മുഴുവനും സാധനങ്ങൾ കെട്ടിത്തൂക്കിയിട്ട് കൊച്ചു കൊച്ചു കടകൾ, പള്ളിക്കകത്ത് മുഴുവൻ കടകളാണ്. ആൾത്താരുടെ വാതുക്ക് പോലെ കടകളുണ്ട്. ആൾത്താരുടെ വാതുക്കലത്തെ കടയിൽ ഞാൻ ചെന്നു. ആദ്യത്തെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ, എന്തിനേറെ മനുഷ്യന് അടിവസ്ത്രം അടക്കമുള്ള സാധനങ്ങൾ പള്ളിയിൽ വിൽക്കാൻ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്, കൊച്ചു കൊച്ചു സാധനങ്ങളായിട്ട്. നമ്മുടെ ചിന്തിക്കടകളും മാർക്കറ്റിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കാണുന്നത് പോലെ പള്ളിക്കകം മുഴുവൻ ചെറിയ ചെറിയ കടകളാണ്. ഞാനങ്ങനെ കടകളെല്ലാം കണ്ട് കേട്ട് ഇങ്ങനെ യാത്ര ചെയ്ത്, അൾത്താര എന്ന് പറയുന്ന ഒത്തിരി ദൂരെയാണ്, കാരണം അത്രയും വലിയ പള്ളിയാണ്. അൾത്താരയുടെ വാതിൽക്കൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ, സാധാരണയായിട്ട് ഇങ്ങനെയുള്ള പള്ളികളിലൊക്കെ നമ്മൾ കാണുന്ന, നമ്മുടെ പള്ളികളിലൊക്കെ എണ്ണ, വിശുദ്ധ വെള്ളമൊക്കെ കുന്തിരിക്കമൊക്കെ വെക്കാറുണ്ട്. ഇനി അത് വല്ലതും ആണെന്ന് ഓർത്ത് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ എന്നാ പറയുന്ന പാമ്പും പുറ്റ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എടുത്തു വെക്കുന്ന ഗീവറീസായുടെ പെരുന്നാളിലൊക്കെ അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അൾത്താരയുടെ മുമ്പിൽ പ്രിയമുള്ളവർ, മദ്യക്കുപ്പികൾ വിവിധ തരങ്ങളിലൂടെ അടുക്കി വച്ചിരിക്കുന്നു. വൈൻ, വിവിധ തരങ്ങളിലുള്ള വൈനുകൾ അടുക്കി വച്ചിരിക്കുന്നു. അതുപോലെ ബീറുകൾ അടുക്കി വച്ചിരിക്കുന്നു. എന്നിട്ട് അതവിടെ കച്ചവടം ചെയ്യുകയാണ്. അങ്ങനെ ആ ദേവാലയം മുഴുവൻ കച്ചവട സ്ഥലങ്ങളായി മാറി. എങ്ങനെയാണിത് വന്നെത്തിയത്? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വെളിപാടുകളെ തിരിച്ചറിഞ്ഞ് അത് ജനത്തെ പഠിപ്പിക്കുന്നതിന് പകരം
പ്രിയമുള്ളവരെ, പുരോഹിതന്മാരും അതുപോലെ ദൈവജനത്തെ നയിക്കേണ്ടവർ പോലും വിശ്വാസം വിട്ട് മറ്റ് തലങ്ങളിലേക്ക് പോയി. ഈ സമയത്ത് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ദൈവവചനമുണ്ട്. 2 മക്കാബിയർ 4-ാം അധ്യായം 11 മുതലുള്ള വചനം വായിക്കുമ്പോൾ, ജാസൻ നിയമാനുസൃതമായ ജീവിത സമ്പ്രദായങ്ങൾ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് നിയമവിരുദ്ധമായി പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി. അവൻ ഉത്സാഹത്തോടെ കോട്ടയ്ക്ക് താഴെ ഒരു കായിക അഭ്യാസ കളരി സ്ഥാപിക്കുകയും ഗ്രീക്ക് തൊപ്പി ധരിക്കാൻ കുലീന യുവാക്കളെ നിർബന്ധിക്കുകയും ചെയ്തു. ഉണ്ടോ? ഒരു പുതിയ ഭരണ സംവിധാനം വന്നപ്പോൾ ജാസൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത പരിപാടി ഇതാണ്. എന്താണ്? പഴയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം അങ്ങ് മാറ്റി, എന്നിട്ട് പുതിയ കാര്യങ്ങൾ ഏർപ്പെടുത്തി, നിയമവിരുദ്ധമായ പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി. ഉണ്ടോ? അപ്പോൾ നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിർമ്മിക്കുമ്പോഴും പുതുതായി കൊണ്ടുവരുമ്പോഴും ഇത് ദൈവത്തിൻ്റെ നിയമത്തിനെതിരാണോ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ നിയമത്തിനെതിരാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ക്രമേണ ദൈവ നിയമത്തിനെതിരായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ദേവാലയങ്ങളിൽ ആഘോഷം നടക്കുന്നു, ക്രിസ്മസിൻ്റെ ആഘോഷം നമുക്കറിയാം, ആഘോഷം ആവശ്യമാണ്. പക്ഷേ അതറിയാതെ ദൈവനിയമത്തെ പലപ്പോഴും മുറിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സുഖമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. ഭക്ഷണം കഴിക്കാത്തവൻ ഒരു സൈഡിൽ കഴിയുമ്പോൾ ഈ അമിത ഭക്ഷണം, അമിതമായ ആഘോഷങ്ങൾ ഒരു സൈഡിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയമത്തെ മുറിക്കുന്നുണ്ട്. അതുപോലെ ക്രിസ്മസിന് കടകൾ മാർക്കറ്റാണ്, അതൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ അവരുടെ സാധനം ചെലവഴിക്കാൻ ക്രിസ്തുവിനെ അവരെന്ത് ചെയ്യുന്നു? മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്മസിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്മസിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ആരാ? ക്രിസ്തുവിനെ കച്ചവടച്ചരക്കാക്കി തെരുവിൽ വിൽക്കുമ്പോൾ അതിനേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനികളാണ്. അപ്പോൾ നമ്മൾ ഒന്നാലോചിച്ച് നോക്കുക, നമ്മുടെ ക്രിസ്തുവിനെ വഴിക്കവലകളിൽ കച്ചവടം ചെയ്യാനുള്ളതാണ്, അതോ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ നല്ല കുമ്പസാരം എടുത്ത് വിശുദ്ധ കുർബാനയിൽ നോയമ്പ് ഉപവാസം എടുത്ത് ആരാധനയിൽ പോയി പങ്കെടുത്ത് അതിനെ അനുഭവമാക്കി തീർക്കാൻ വേണ്ടിയുള്ളതാണ് ക്രിസ്മസ്? ഏതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ ക്രിസ്മസ് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. നിങ്ങൾ എന്തിനാണ് പ്രിഫറൻസ് കൊടുത്തത്? പള്ളിയിൽ പോകുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വിശുദ്ധ ബലിയിൽ ഒരുക്കത്തോടെ പങ്കെടുക്കുന്നതിനുമാണ് പ്രിഫറൻസ് കൊടുത്തത്? അതോ നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തത് ഇതാ ഭക്ഷണ സാധനങ്ങൾ വാരിക്കൂട്ടുന്നതിന്, വസ്ത്രങ്ങൾ വാരിക്കൂട്ടുന്നതിന്, മാർക്കറ്റിൽ നേരത്തെ പോയി സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി ഫ്രിഡ്ജിൽ നിറയ്ക്കുന്നതിന്, അത് മത്സരിച്ച് കഴിക്കുന്നതിന്, മത്സരിച്ച് കഴിപ്പിക്കുന്നതിന്? ഇതാ നമ്മൾ കടക്കാരുടെ ആവശ്യമെന്ന് പറയുന്ന അവരുടെ സാധനങ്ങൾ ചെലവഴിക്കുക, മാർക്കറ്റിൻ്റെ ആവശ്യം ചെലവഴിക്കുക. നമ്മളെന്ത് ചെയ്യുന്നു? ഇതാ ക്രിസ്തുവിനെ മാർക്കറ്റിലേക്ക് വലിച്ചഴച്ച് ഇതാ കച്ചവടവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ക്രിസ്ത്യാനികൾ മാറുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ അറിവ് തിരിച്ചറിവായി മാറണം. തിരിച്ചറിവായി ക്രിസ്ത്യാനികൾ തിരിച്ചറിവിലേക്ക് വരണം. അടുത്ത കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ, ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നത്, അവിടെ ഒരു ദിവസത്തെ ഒരു ആഘോഷമുണ്ട്. നവംബർ മാസത്തിനടുത്താണ് ആ ദിവസം വരുന്നത്, ഹാലോബീൻ. പ്രിയമുള്ളവരെ, ആ ദിവസം സാത്താൻ്റെ വേഷം കെട്ടി ക്രിസ്മസ് പോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകും. അതുപോലെ ക്രിസ്മസ് കരോൾക്കാർ വരുന്നത് പോലെ കുട്ടികൾ ഈ പിശാചിൻ്റെ വേഷം കെട്ടി വീടുകൾ സന്ദർശിക്കും. നമ്മുടെ മിക്കവാറും വീടുകളിൽ പോലും, ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളിൽ പോലും മുട്ടായി മറ്റു കാര്യങ്ങളും വെച്ച് ഇതിനെ സ്വീകരിക്കാറുണ്ട്. അതുപോലെ ധരിക്കുന്ന വേഷങ്ങൾ, പിശാചിൻ്റെ വേഷങ്ങൾ ധരിച്ച ബനിയനുകൾ. ആ കാലഘട്ടത്തിൽ നമ്മൾ പല ഷോറൂമുകൾ സന്ദർശിക്കാൻ പോയി കഴിഞ്ഞാൽ, മാളുകൾ സന്ദർശിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഇതിനു വേണ്ടി പ്രത്യേക ഷോറൂമുണ്ട്. പിശാചിനെ എൻ്റെ ലേബലുകൾ വിൽക്കുന്ന തലയോട്ടി, ശവപ്പെട്ടി, അതുപോലെ പിശാചിൻ്റെ കൊമ്പുള്ള വേഷങ്ങൾ, ഇതൊക്കെ വിൽക്കുകയും വീടുകളിൽ കെട്ടിത്തൂക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക അസ്ഥികൂടങ്ങൾ, ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഷോറൂമുകളുണ്ട്. അതെല്ലാം ഭവനങ്ങളിൽ അവർ കൊണ്ട് വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികളെ ദൈവം ഈ നാട്ടിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയത് ഈ ആഘോഷത്തിന് പോകാനല്ല. നമ്മൾ തിരിച്ചറിയണം.
ഞാൻ ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. പല ആളുകൾക്ക് അവിടെ ചെന്നിട്ട് സുവിശേഷം സ്വീകരിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പള്ളികളിലെന്നും ബഹളങ്ങൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ. എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവർ, ദൈവാത്മാവിനെ വിട്ട് അന്ധകാര ശക്തികളുടെ ഭാഗമായി അവർ മാറുന്നതിൻ്റെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പള്ളിയിൽ പോയാൽ വിശ്വാസത്തിന് വരുമ്പോൾ ഒരു ഗെറ്റ് ടുഗദർ ഗാദറിങ്, വെറും ഒരു ഗെറ്റ് ടുഗദർ മാത്രം. അതിനാണ് ഇമ്പോർട്ടൻസ്. ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രസ്താവനയാണ്, ക്രൈസ്തവരായ കുട്ടികൾ ഹാലോബിൻ എന്ന് പറയുന്ന ആഘോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം. മാതാപിതാക്കന്മാർ അതിനൊരു കാരണവശാലും പ്രേരണ കൊടുക്കരുത്. ക്രൈസ്തവരായ അധ്യാപകർ അത്തരം കാര്യങ്ങൾ വിട്ടുനിന്നേ മതിയാകൂ. കാലഘട്ടത്തിൻ്റെ പ്രവാചക സ്വരമാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മളും അറിയാതെ പല പല ആചാരങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ ഇന്ന് ദൈവനിയമത്തെ ലംഘിക്കുന്ന ആചാരങ്ങളും ആരാധനകളിലേക്കും വഴങ്ങിപ്പോകുന്നുണ്ട്. തെറ്റാണ്. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മുടെ വിശ്വാസത്തെ തിരിച്ചറിവിലൂടെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന സമൂഹമായിരിക്കണം ക്രൈസ്തവൻ. അവൻ ക്രിസ്തുവിനെ ഏറ്റുവാങ്ങി സമൂഹത്തിന് കൊടുക്കേണ്ടവനാണ്. അവൻ്റെ ആ അടിത്തറ തന്നെ തകർന്നാൽ ലോകം പിന്നെ എങ്ങനെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ അറിയും? അതുകൊണ്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, പ്രിയമുള്ളവർ, തിരുവചനത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നമ്മളെന്ത് ചെയ്യണം? നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. ഇതാ ദാസി, ഇതാ ദാസൻ. സമൂഹലിനെ പോലെ കർത്താവ് നീ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നടപ്പാകട്ടെ. ലോകം നമ്മെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് പ്രധാന ഘടകമല്ല. സ്വീകരിക്കുകയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ആളാണ് ഈ കേൾക്കുന്ന വ്യക്തി. ഒരു കാരണവശാലും നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ലോകം നിങ്ങളെ ഉൾക്കൊള്ളുകയോ സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. കാരണം ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിന് ഒരു ക്രിസ്ത്യാനിയെ സ്വീകരിക്കാൻ പ്രാപ്തിയുണ്ടാവില്ല, അതിനുള്ള കഴിവില്ല, ആ തലത്തിലേക്ക് ഉയർന്നിട്ടില്ല. നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ നിങ്ങളുടെ ഭവനത്തിൽ ജീവിക്കുകയാണോ, നിങ്ങളവിടെ ക്രൂശിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും, ഉപദ്രവിക്കപ്പെടും, മർദ്ദിക്കപ്പെടും, പുറന്തള്ളപ്പെടും, ഒറ്റപ്പെടുത്തപ്പെടും. സ്വീകരിക്കാൻ സജ്ജരായവർ മാത്രം ക്രിസ്ത്യാനിയായാൽ മതി. അങ്ങനെയുള്ളവരാണ് ക്രിസ്തു തേടുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളെ തേടി ക്രിസ്തു വരും. നിങ്ങൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സജ്ജമായ മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ ക്രിസ്തു നിങ്ങളെ തേടി വരും. അപ്പോൾ പ്രിയമുള്ളവർ, ലോകം എന്നെ സ്വീകരിക്കണമെന്ന് വാശി പിടിക്കുന്നവർക്ക് നിത്യജീവൻ നഷ്ടപ്പെടും. ലോകം എന്നെ അംഗീകരിക്കണമെന്ന് വാശി പിടിക്കുന്നവർക്ക്, അത്തരം മനസ്സുള്ളവർക്ക് നിത്യജീവനും യേശുവും നഷ്ടപ്പെടും. സുവിശേഷത്തിൽ അവർക്കൊരു വിലയുമില്ല. ദൈവരാജ്യത്തിൽ അവർക്ക് വിലയില്ല. ലോകത്തിൻ്റെ അംഗീകാരങ്ങൾ തേടി നടക്കുന്ന മനുഷ്യർക്ക് ക്രിസ്തുവിൻ്റെ മുമ്പിൽ വിലയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രൈസ്തവർ അമിതമായി ലോകഭ്രമങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ കൊണ്ട് ക്രിസ്ത്യാനിയുടെ മൂല്യം ഇതാ സ്വർഗത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയെ കണ്ടെത്താൻ ദൈവം ഇടയാക്കി തീർത്തിരിക്കുന്നു. എങ്ങനെ? ലോകത്തിലുള്ള പീഡനങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ യഥാർത്ഥ ക്രിസ്ത്യാനിയെ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ രൂപാന്തരപ്പെടാൻ കിട്ടിയിരിക്കുന്ന ഒരു വലിയ അവസരമായി ഈ ക്രിസ്മസിനെ നമ്മൾ കാണണം. ആയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ഈ ക്രിസ്മസ് അനുഗ്രഹത്തിൻ്റെ ക്രിസ്മസായി തീരട്ടെ. നമ്മുടെ പണ്ടുകാലം മുതലുള്ളൊരു പാട്ടുണ്ട്, നാദനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരനിക്കെന്തിനാ, നാദനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരനിക്കെന്തിനാ. കണ്ടോ, നാഥന് മുൾമുടി സമ്മാനിച്ച് ഈ ലോകം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സ്വീകരിക്കണമെന്ന് വാശി പിടിച്ചാൽ നീ ലോകത്തിൻ്റേതായി മാറുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. നിത്യജീവൻ വേണ്ടെന്ന് വെക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിൽ നിന്നിട്ട്, സത്യത്തിന് വേണ്ടി നിന്നിട്ട് പീഡിപ്പിക്കപ്പെടുന്ന